3 വർഷം കോളേജിലൊക്കെ പഠിച്ച് ഇറങ്ങിയ അനുഭവം കൊണ്ട് പറയുവാണ് ചേച്ചി. ഏറ്റവും കൂടുതൽ സ്നേക്സ് അല്ലെങ്കിൽ ഫേക്ക് ഫ്രണ്ട്സ് ഉള്ളത് കോളേജിലാണ്. എനിക്ക് പറ്റിയത് വേറെ ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഈ ഗ്യാങ്ങുകളിൽ തന്നെ പല ഗ്യാങ്ങുകളും കാണും. 3 പേരുള്ള ഒരു ഫ്രണ്ട് ഗ്രൂപ്പിൽ ഒരാൾ എന്തായാലും തേർഡ് പേഴ്സൺ. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ചു ഇങ്ങനൊരു വീഡിയോ ചെയ്യണോ വേണ്ടതെന്ന്. പിന്നെ ചെയ്യാമെന്ന് തോന്നി. ഈ വീഡിയോയുടെ പ്രധാന കാരണം എനിക്ക് പറ്റിയത് വേറെ ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോ എത്ര പേര് കാണും എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ കാണുന്നവർ സ്കിപ്പ് ചെയ്ത് തന്നെ കാണണം. കാരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിട്ട് തോന്നിയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ആ അവസ്ഥയിലൂടെ ഒരുപാട് കടന്നു പോയിട്ടുണ്ടായിരിക്കാം. ഇപ്പം പല കുട്ടികളും സ്കൂളിലോട്ട് പോയി പഠിക്കുന്ന കുട്ടികളായിരിക്കും, കോളേജിലോട്ട് ജോയിൻ ചെയ്യാൻ പോകുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ ജോയിൻ ചെയ്യാൻ പോകുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഈ കഥ നടക്കുന്ന എൻ്റെ കോളേജിലാണ്. അപ്പോൾ കോളേജിൽ ഞാൻ ചെന്ന് കയറിയത് ഈ ഫസ്റ്റ് സെമ്മെല്ലാം കഴിഞ്ഞ്. ഫസ്റ്റ് സെമ്മ് ക്ലാസ് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. അപ്പം ഓൾറെഡി അവിടെ ഉള്ള ആൾക്കാർ ഓൾറെഡി സെറ്റാണ്, അവർ ഓൾറെഡി ഫ്രണ്ട്സാണ്. അപ്പോൾ എനിക്ക് അവിടെ ആരെയും പരിചയമൊന്നുമില്ല. അപ്പോൾ ഞാൻ ക്ലാസ്സിലോട്ട് ഇങ്ങനെ ചെന്ന് കയറി. ഞാൻ ബാക്ക് ഡോർ വഴിയാണ് കയറിയത്. അങ്ങനെ കയറി ലാസ്റ്റ് ബെഞ്ചിൽ പോയിരുന്നു. അപ്പോൾ ലാസ്റ്റ് ബെഞ്ചിൽ പോയിരുന്നപ്പോഴത്തേക്കും അടുത്തുള്ള പിള്ളേരായിട്ട് കൂട്ടായി. അപ്പം അതിൻ്റെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്ന പിള്ളേരുമായിട്ട് കൂട്ടായി. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് തന്നെ വന്ന് മിണ്ടി സംസാരിച്ച് ഭയങ്കരമായിട്ട് നല്ലപോലെ സംസാരിച്ചവർ. എൻ്റെ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചു ഭയങ്കര സംസാരമായിരുന്നു. അങ്ങനെ നല്ലപോലെ സംസാരിച്ച് എൻ്റെ ഫോൺ നമ്പറൊക്കെ മേടിച്ച്. അപ്പോഴത്തേക്കും വിചാരിച്ചു കോളേജിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് നിറയെ ഫ്രണ്ട്സിനെ കിട്ടിയല്ലോ, അങ്ങനെ ഞാൻ ഭയങ്കര ലക്കാണ് അങ്ങനെയൊക്കെ വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വീട്ടിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞു, നമ്മൾ നല്ല പിള്ളേർ എല്ലായിടത്തും ഇങ്ങനെ മിണ്ടിയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് മിണ്ടി കാര്യമൊക്കെ പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത തെറ്റെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഒരു ഗ്യാങ്ങിൽ ചെന്ന് ചാടരുത്. അപ്പം അങ്ങനെ ഈ ബാക്ക് ബെഞ്ചും അതിന് ഫ്രണ്ടിരിക്കുന്ന ബെഞ്ചും ഒരു ഗ്യാങ്ങായി. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും ഫ്രണ്ട്സിനെ കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നിങ്ങൾ ഒരിക്കലും ഒരു ഗ്യാങ്ങിൽ ഇത്രയും വലിയൊരു ഗ്യാങ്ങിൽ ചെന്ന് ചാടരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്യാങ്ങിൽ തന്നെ പല ഗ്യാങ്ങുകളും കാണും. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചായിരിക്കില്ല. കാരണം എല്ലാവരും ഒരേ സെയിം വേവ് ലെങ്ത് അല്ല, എല്ലാവരും പല പല സ്വഭാവക്കാരാണ്. അങ്ങനെ ഓരോന്നാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ തന്നെ പല ഗ്യാങ്ങുകളും കാണും. അതുകൊണ്ട് നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് വേണമെങ്കിൽ അത് ഒരാളായിരിക്കണം. അപ്പോൾ ഈ ഗ്രൂപ്പ് ആൾക്കാർ നമുക്ക് ശരിയാവില്ല. എല്ലാവരുടെ കാര്യമല്ല, മിക്ക ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ അങ്ങനെ ഗ്യാങ്ങായി. എന്ത് കാര്യം വന്നാലും ഒരുമിച്ച്, എവിടെ പോയാലും ഒരുമിച്ച്, ഫ്രഷേഴ്സും മറ്റേ യൂണിയൻ ഡേ എല്ലാ പരിപാടികളും ഒരുമിച്ച്. അങ്ങനെ കുറേ ഒക്കെ ആയപ്പോഴത്തേക്കും ഓരോന്നിൻ്റെയൊക്കെ സ്വഭാവം, ഓരോന്നിൻ്റെയൊക്കെ തനിക്കുളം നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി ഇങ്ങനെ സ്പ്ലിറ്റ് ആയിക്കൊണ്ടിരുന്നു. അങ്ങനെ നമ്മൾ ഒരു 5 പേരായി. അപ്പോൾ ഈ 5 പേര് ഇരുന്നപ്പോൾ തന്നെ അപ്പോൾ ബാക്കി ആൾക്കാർ പോയി, നമ്മൾ ഈ 5 പേര് മാത്രമായിട്ടായേ. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇതിലുള്ള ഒരാൾ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ചീറ്റ് ചെയ്യാൻ നോക്കി. ചെറിയ എന്തോ കാര്യമാണ്, എന്തോ കോളേജിൽ വരാതെ എങ്ങോണ്ടിരുന്നപ്പോൾ നമ്മൾ എവിടെ പോയി ചോദിച്ചപ്പോഴത്തേക്കും ഈ കൊച്ച് വേറൊരു സ്ഥലത്ത് വീട്ടിലെങ്ങോണ്ട് ഉണ്ടായിട്ട് കല്യാണത്തിന് പോയി അങ്ങനെ എന്തോ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ നിന്ന് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ട് അങ്ങനെ കുറേ അലമ്പ് പരിപാടികൾ കാണിച്ച്. എനിക്കത് കണ്ടപ്പോൾ തന്നെ ഗൂഗിൾ ഫോട്ടോ ആണെന്ന് മനസ്സിലായി. അങ്ങനെ ഞാനിങ്ങനെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഗൂഗിളിൽ കയറി നോക്കിയപ്പോഴത്തേക്ക് ആ സെയിം ഫോട്ടോ ഗൂഗിളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഗൂഗിൾ ഫോട്ടോ ആണെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു, അവൾക്കും മനസ്സിലായി കാര്യം. അങ്ങനെ നമ്മൾ ക്ലാസ്സിൽ പോയി വേറൊരു രീതിയിൽ ഡയറക്റ്റായിട്ട് ചോദിക്കാതെ വളഞ്ഞൊരു രീതിയിൽ അവളുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് അവൾ പെട്ട് അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ അവളിങ്ങനെ ടെൻഷൻ അടിച്ച്. കാരണം അത്രയും കള്ളം നമ്മളെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും കള്ളം നമ്മളെ അടുത്ത് അവൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച്. അത്രത്തോളം അവൾ എങ്ങനെയൊക്കെ കള്ളം പറയാന്നൊക്കെ അങ്ങനെ കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് അത് അവർ ഫോട്ടോ എടുത്തത് ഒരു പള്ളിയുടെ ഫോട്ടോ എടുത്തിരുന്നത്. അങ്ങനെ പള്ളിക്കാർ ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ ഗൂഗിളിൽ അപ്ലോഡ് ചെയ്തതാണെന്ന് ഫസ്റ്റ് പറഞ്ഞ്. പിന്നെ പറഞ്ഞ് അത് വേറെ എന്തോ ആണ്. അങ്ങനെ ഒരുപാട് കള്ളത്തരം ഓൺ ദ സ്പോട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അവൾ നല്ലപോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നമുക്ക് മുഖം കാണാൻ മനസ്സിലാവില്ല കള്ളത്തരമാണെന്ന്. അങ്ങനെ ഇല്ല നമുക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ പിടിച്ച്. അപ്പോഴത്തേക്ക് ടീച്ചർ വന്നു. അപ്പോൾ ഇവള് ടെൻഷൻ അടിച്ച് ഇവളുടെ കയ്യിൽ നിന്ന് മോതിരം വരെ പൊട്ടിച്ചത്. ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് മോതിരം വരെ പൊട്ടിച്ച് സ്പ്ലിറ്റാക്കി. നമ്മളത് കണ്ടു. നമ്മളിങ്ങനെ പറയാം അതുകൊണ്ട് അവളത് നോക്ക്. അങ്ങനെ പക്ഷെ എന്തിനാണ് നമ്മളുടെ അടുത്ത് ഇങ്ങനെ കൂടെ നിന്നിട്ട് എന്തിനാണ് നമ്മളുടെ അടുത്ത് ഇങ്ങനെ കള്ളം പറഞ്ഞത് നമുക്ക് ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ അവൾ നല്ല രീതിക്ക് കള്ളം പറഞ്ഞു. അങ്ങനെ പിന്നീട് ആയപ്പോഴത്തേക്ക് ഇവൾ നമ്മുടെ അടുത്ത് മിണ്ടുന്നില്ല. പിന്നെ നമ്മളിങ്ങനെ സോൾവ് ചെയ്ത്
നമ്മളിങ്ങനെ പറഞ്ഞ് കുഴപ്പമില്ല വിട് അങ്ങനെ നമ്മൾ പറഞ്ഞ് തീർത്ത് നമ്മുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല, നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയായിരുന്നുണ്ടെങ്കിൽ കള്ളം പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതങ്ങ് സോൾവ് ചെയ്തു. എന്നിട്ട് പിന്നെ ഇവക്ക് നമ്മുടെ അടുത്ത് മിണ്ടാൻ ഒരു മടി, ഇനി പോയാൽ എന്ത് വിചാരിക്കും അങ്ങനെ ഒരു മടി. അങ്ങനെ ഇവള് എന്താ നമ്മളെ അടുത്ത് മിണ്ടാതെ വേറെ ഒരുവരോടായി. അങ്ങനെ നമ്മൾ പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യാറൊന്നുമില്ല. അങ്ങനെ നേരത്തെ സ്പ്ലിറ്റ് ആയി പോയെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഇതിലോട്ട് ഇവള് അങ്ങ് പോയി. അവരായിട്ട് നല്ലൊരിതായി. പിന്നെ നമ്മൾ 3 പേരായി ഫ്രണ്ട്സ്. 3 പേരായി ഫ്രണ്ട്സ് എങ്കിലും എനിക്ക് കോളേജിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനും ഒക്കെ ഒരിതായിരുന്നു. നമ്മൾ 3 പേരും ഒന്നിച്ചായിരുന്നു. പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഞാൻ വിചാരിക്കും ചിലപ്പം ഞാൻ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നതായിരിക്കും എന്ന് ഞാൻ ഒരുപാട് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ 3 പേരുള്ള ഗ്യാങ്ങിൽ ഒരാൾ എപ്പോഴും തേർഡ് പേഴ്സൺ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് പിന്നെയൊക്കെ ഞാൻ കുറേ ആയപ്പോഴത്തേക്കും ഞാൻ ഉറപ്പിച്ചു ഞാൻ തേർഡ് പേഴ്സൺ ആണ്. പക്ഷേ എൻ്റെ അടുത്ത് അവർ അങ്ങനെ വലുതായിട്ടൊരു ഗ്യാപ്പ് ഇട്ടിട്ടില്ല. എങ്കിലും ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ടിട്ടുണ്ട്. എനിക്കൊന്നും പറയാൻ ആരും ഇല്ലാത്ത പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ടൂർ പോയ സമയത്തായാലും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാനിങ്ങനെ ഒരുമാതിരി ഒറ്റപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു തിരിച്ചടി, അതായത് ഞാൻ ഒരാളെ കണ്ണടച്ച് വിശ്വസിച്ച് എനിക്ക് തിരിച്ചടി കിട്ടിയത് എൻ്റെ പ്ലസ് ടു പഠിക്കുന്ന ടൈമിലായിരുന്നു. അത് സത്യം പറഞ്ഞാൽ എനിക്കറിയണം, അത്രയും കൂടെ നിന്ന ഒരാൾ എന്നെ നേരെ വന്ന് കൊത്തിത്തന്നു. പിന്നെ കോളേജിൽ ഞാനിപ്പോൾ നമ്മുടെ തേർഡ് ഗ്രൂപ്പിൽ, അതായത് 3 പേരുള്ള ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തേർഡ് പേഴ്സൺ ആയിരുന്നെങ്കിൽ കൂടി എനിക്ക് വലുതായിട്ട് ഒരു വിഷമമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ എനിക്ക് പൊട്ടിക്കരയാനുള്ള അത്ര ഇതൊന്നുമില്ല. സാരമില്ല. അത് കാരണം എനിക്ക് ഇപ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുള്ളതുകൊണ്ട് എനിക്ക് വലിയ വിഷമം. എന്നെ കൊത്തിയിട്ടൊന്നുമില്ല, ഒരു കാര്യം എന്നെ ചീറ്റ് ചെയ്തിട്ടോ ഒന്നുമില്ല, അല്ലെങ്കിൽ കൂടെ ഒന്നും ചതിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഒറ്റപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്നെ കൊത്തിയിട്ടൊന്നുമില്ല, അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല. എന്നെ അങ്ങനെ കൊത്തിയിട്ടൊന്നുമില്ല. പക്ഷേ മറ്റേത് നല്ല കൊത്തലായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചൊരു കൊത്തലായിരുന്നു. അത് ഒട്ടും വിചാരിക്കാത്തൊരു കൊത്തലായിരുന്നു. പിന്നെ ഞാൻ അത്രയും വിശ്വസിച്ച ഒരാൾ എന്നെ ഒന്ന് കൊത്തിയിട്ടുണ്ട്. സ്കൂളിലല്ല, കോളേജിലല്ല, സ്കൂളിൽ. ഞാൻ പ്ലസ് ടു പഠിക്കുന്ന ടൈമിൽ, ഞാൻ പ്ലസ് 1 പ്ലസ് 2 കയറിയപ്പോഴത്തേക്കും, ഞാൻ ഇങ്ങനെ സ്കൂളിൽ ഇങ്ങനെ കയറിയപ്പോഴത്തേക്കും അവിടെ ഓൾറെഡി പഠിച്ച കുട്ടികൾ പ്ലസ് 1 ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ അങ്ങനെ സ്കൂൾ കാണുന്നതിന് ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ എന്നെ കൊണ്ട് ചേർത്ത് അങ്ങനെയായി. അപ്പോൾ എനിക്ക് ആരെയും അറിഞ്ഞൂടാ. ചില പിള്ളേർ അവിടെ നിന്ന് ഓൾറെഡി ഫ്രണ്ട്സാണ്, അവിടെ പഠിച്ച പിള്ളേർ തന്നെ വീണ്ടും പ്ലസ് 1 കയറിയപ്പോൾ ഫ്രണ്ട്സാണ്. അപ്പം ഞാനിങ്ങനെ ഒരിടത്ത് പോയിരുന്നു. നമ്മൾ ക്ലാസ്സെല്ലാം തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കൊച്ച് കയറി വന്നു. അപ്പം ഇങ്ങനെ ടീച്ചർ ചോദിച്ചു എന്ത് ലേറ്റ്. ആ കൊച്ച് ഭയങ്കര ഓവർ സ്മാർട്ട്. അത് ബസ് ലേറ്റ് ആയിപ്പോയി ടീച്ചർ, സോറി ടീച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്കെല്ലാം ഇവൾ ഇങ്ങനെ പെരുമാറുന്ന എന്ന് വെച്ചാൽ ടീച്ചറിൻ്റെ മക്കളൊക്കെ വന്നിട്ട് ഇങ്ങനെ അവരുടെ അടുത്ത് അറിയാം പരിചയമുള്ളതുപോലെ സംസാരിക്കുക. അതുപോലെ ഈ കൊച്ച് സംസാരിക്കാം. ഞാൻ ഇവിടെ പഠിച്ച് കൊച്ച് വല്ലതായിരിക്കും, എനിക്ക് ഇത് ഓവർ സ്മാർട്ടാണ് അത് നമ്മൾ വിചാരിച്ചു. അങ്ങനെ അപ്പോഴത്തേക്കും എല്ലാ കാര്യം നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ പരിചയമില്ലാത്തവരുടെ അടുത്ത് ഒരു പരിചയമുള്ളതുപോലെ ഇങ്ങനെ കയറി, ഭയങ്കര എക്സ്ട്രോവേർട്ട്, നല്ലപോലെ സംസാരിക്കുന്ന, ടീച്ചർമാരുടെ അടുത്തായാലും എല്ലായിടത്തായാലും അവൾ നല്ല പരിചയമുള്ളതുപോലെ സംസാരിക്കുന്നത്. പിന്നെ എനിക്ക് ആ ഒരു സ്വഭാവം ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഒതുങ്ങിയിരിക്കാതെ എല്ലാം ഇങ്ങനെ സംസാരിച്ച് നല്ലൊരു ക്യാരക്ടർ. അങ്ങനെ ഇവിടെ എൻ്റെ അടുത്ത് മിണ്ടുന്നില്ലേ, ഞാൻ അങ്ങോട്ട് മിണ്ടുന്നില്ല, അതുകൊണ്ട് ആരും മിണ്ടുന്നില്ല. പിന്നെ ഒരു ദിവസം നമ്മളിങ്ങനെ സ്റ്റേജിലിങ്ങനെ ക്ലാസ്സൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ സ്റ്റേജിലിങ്ങനെ വെറുതെ ഇരിക്കുന്ന ടൈമിലാണ് ഇവൾ എൻ്റെ അടുത്തൊന്ന് മിണ്ടുന്നത്. അപ്പോൾ അന്ന് കളർ ഡ്രസ്സായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഡ്രസ്സിനെ പറ്റിയൊക്കെ പറഞ്ഞ്, ഡ്രസ്സ് കൊള്ളാം, ഇട്ടിരിക്കുന്ന കൊള്ളാം, എവിടെ നിന്ന് അങ്ങനെയൊക്കെ കാഷ്വലായിട്ട് ചോദിച്ച് എൻ്റെ അടുത്ത് ഞാനെന്ത് ചെയ്ത് സംസാരിച്ച്. അപ്പോൾ ഈ പുള്ളിക്കാരി നമ്മളെക്കാട്ടി ഒരു വയസ്സിന് മൂത്തതാണ്. കാരണം ഇവള് 10 കഴിഞ്ഞിട്ട് ഒരു വർഷം ഗ്യാപ്പ് ഇട്ടിട്ടാണ് പ്ലസ് 1 കയറിയത്. അപ്പം നമ്മളെക്കാട്ടി ഒരു വയസ്സ് മൂത്തതാണ് ഇവള്. അപ്പോഴത്തേക്കും അത് പിന്നെയാണ് അറിയുന്നത്. പിന്നെ ഇവള് വന്നിട്ട് ഇങ്ങനെ മിണ്ടാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ നല്ലപോലെ മിണ്ടി, നല്ല ക്ലോസായി, നല്ല ഫ്രണ്ട്സായി. അപ്പം നമ്മളൊരു 5 പേര് വീണ്ടും ഒരു ഗ്യാങ്ങില്ലേ, ഒരു ഗ്യാങ് 5 പേരുള്ള ഒരു ഗ്യാങ്ങായിരുന്നു. പിന്നെ അതിൽ നിന്ന് 2 പേര് വഴക്കുണ്ടായിട്ടല്ല, അത് 2 പേര് എപ്പോഴും ഫ്രണ്ട്സായിരുന്നു. അതുകൊണ്ട് അവരെ ഒരു ഇതിലോട്ട് അങ്ങ് പോയി. നമ്മൾ 3 പേരും ഫ്രണ്ട്സായി. അപ്പം ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഭയങ്കര ഫ്രണ്ട്സ്. 3 അതിൽ തേർഡ് പേഴ്സൺ ഇല്ലായിരുന്നു. കാരണം നമ്മൾ 3 ഒരുപോലെയായിരുന്നു.
അപ്പം എന്ത് കാര്യം ഉണ്ടെങ്കിലും മൂന്നും ഒരുമിച്ച് എന്ത് കിട്ടിയാലും ഷെയർ ചെയ്യുക, ഫുഡ് കിട്ടിയാൽ ഷെയർ ചെയ്യുക, മുട്ട കിട്ടിയാൽ ഷെയർ ചെയ്യുക, അങ്ങനെ അടയും ചക്കരയുമായിരുന്നു. അപ്പോൾ ടീച്ചർമാർക്ക് എല്ലാവർക്കും നമ്മൾ മൂന്നുപേരുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി അറിയാം. അങ്ങനെ ടീച്ചർമാർക്ക് എന്നുവെച്ചാൽ പാവം ടീച്ചർമാരായിരുന്നു. ഭയങ്കര കമ്പനി ടീച്ചർമാർ, നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു നല്ല ടീച്ചർമാർ, നല്ല സ്കൂളും എല്ലാം നല്ലതായിരുന്നു. അപ്പോൾ നമ്മൾ കൊമേഴ്സ് ബാച്ചായിരുന്നു. കൊമേഴ്സ് തന്നെ 2 ബാച്ച് ഉണ്ടായിരുന്നു, എസ്എയും BCBFും. അപ്പോൾ നമ്മൾ മെയിൻ സബ്ജക്റ്റ് നമുക്ക് മലയാളം ഇല്ല, അതിന് പകരമാണ് ഈ സബ്ജക്റ്റ് പഠിക്കണം. അപ്പോൾ ഈ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ മാത്രം നമ്മൾ 2 ക്ലാസ്സിലാവും. ബാക്കി എല്ലാ സബ്ജക്റ്റ് അക്കൗണ്ടൻസി, മാനേജ്മെൻറ്റ്, ബിസിനസ് അതൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ക്ലാസ്സിലാണ് ഉള്ളത്. അപ്പം ഈ ഇവൾ എക്സ്ട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ ഇവൾ എല്ലായിടത്തും കിടന്ന് മിണ്ടും. അപ്പോൾ നമ്മളിങ്ങനെ നല്ല ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്താ ഓണം വന്നു. ഓണം വന്നപ്പോഴത്തേക്കും നമ്മളെല്ലാവരും പറഞ്ഞു നമുക്ക് ബ്ലൂ കളർ ബ്ലൗസും നേരിയത് സാരി ഉടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഓക്കെ പറഞ്ഞ്. അപ്പം എൻ്റെ അമ്മ തയ്ക്കുവേ. അപ്പോൾ നമ്മൾ ഈ 3 പേരിൽ ആ എക്സ്ട്രോവേർട്ട് കുട്ടി അവളും തയ്ക്കും. അപ്പോൾ അവൾ ഡ്രസ്സ് അവൾ തയ്ക്കും. അപ്പോൾ മറ്റവൾ പറഞ്ഞു, എടി നിൻ്റെ അമ്മ തയ്ക്കുമല്ലോ, അപ്പോൾ ഞാൻ ബ്ലൗസിൻ്റെ തുണി തരാം, എനിക്ക് തയ്ച്ച് തരുമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി തയ്ച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് എൻ്റെ ബ്ലൗസിന് ഒരു ഷോൾ ഉണ്ടായിരുന്നു. അതായത് ഒരു ഷോളിൻ്റെ തുണി വെച്ചിട്ടാണ് എൻ്റെ ബ്ലൗസ് വെച്ചത്. അപ്പം ഇവളുടെ ബ്ലൗസ് എന്ന് പറഞ്ഞാൽ പട്ടുപാവാട ഫുൾ സെറ്റായിരുന്നു. അതായത് ബ്ലൗസും പാവാടയും കൂടെ ഉള്ള ഒരു സെറ്റായിരുന്നു. അപ്പം ആ ബ്ലൗസ്, അതായത് പട്ടുപാവാടയുടെ ആ ഒരു ബ്ലൗസാണ് അവൾ എനിക്ക് ഹാഫ് ബ്ലൗസ് ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തുണിയാണ് തന്നത്. അപ്പോൾ ആ ഒരു തുണി എന്ന് വെച്ചാൽ ഡാർക്ക് ബ്ലൂവിൽ നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു തുണിയായിരുന്നു. എൻ്റെത് നോർമൽ ഗ്ലേസിംഗ് ഒന്നും ഇല്ലാതെ ഡാർക്ക് ബ്ലൂ. അപ്പോൾ ഞാൻ അവിടുത്തെ ഇങ്ങനെ ചോദിച്ചു, നിനക്ക് എങ്ങനത്തെ കഴുത്ത് വേണം, എങ്ങനത്തെ കൈ വേണം, കുഞ്ചലം വേണോ, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഏത് മോഡലാണെങ്കിൽ എല്ലാം ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് വേറെ ഒരു മോഡലും എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് വേണ്ട, എനിക്ക് നോർമൽ ബ്ലൗസ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ എനിക്ക് തയ്ച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആ ടൈമിൽ കൈ ഇങ്ങനെ ക്രോസ് ചെയ്ത് ആ ഒരു ഡിസൈൻ തയ്ക്കാൻ ഞാൻ അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞ്, എടി എൻ്റെ കൈ ഇങ്ങനെ ക്രോസ് ചെയ്താണ് വയ്ക്കണം, നിനക്ക് അതുപോലെ വയ്ക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് അങ്ങനെയൊന്നും വേണ്ട, എനിക്ക് നോർമൽ ഒരു ബ്ലൗസ് എങ്ങനെയാണ് അതുപോലെ തയ്ച്ചാൽ മതി, വേറെ ഒന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, തുണി വാങ്ങിച്ചുകൊണ്ട് പോയി തയ്ച്ചു കൊടുത്തു. ഇവിടെ ഇനി പൈസയും തന്ന്, പിന്നെ സാധനമൊക്കെ ലൈനിങ്ങൊക്കെ നമ്മളാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിനകത്തുള്ള പൈസ തന്നു. പിന്നെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കല്ലൊക്കെ കഴുത്തിൻ്റെ അവിടെ കല്ലൊക്കെ ഞാൻ ഇതിൽ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ വച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഈ എക്സ്ട്രോവേർട്ട് കുട്ടി എല്ലാവരുടെ അടുത്തും പോയി നടന്ന് പറഞ്ഞ്, എടി അമ്മയാണ് അവൾക്ക് തച്ച് കൊടുത്തത്, എന്നിട്ട് അവൾക്ക് മോഡലായിട്ട് തച്ചിക്കണം, അവൾക്ക് വെറുതെ ചുമ്മാ ഒരു ഇതുമില്ല തച്ചിക്കണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതൊന്നും ഞാൻ അറിയില്ല. ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സംഭവം ഇവളിങ്ങനെ പറഞ്ഞതൊക്കെ ഞാൻ അറിയണം. അപ്പോഴത്തേക്കും ഇവൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എടി അവൾ ബ്ലൗസ് ഇങ്ങനെ തച്ച. ഞാൻ പറഞ്ഞു അവളൊന്നും വേണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അവൾ പറഞ്ഞ്, ഒരാൾക്ക് ബ്ലൗസ് തച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മളെക്കാട്ടി അടിപൊളി ആക്കേണ്ടത് നമ്മളെ ഇതല്ലേ. ഞാൻ പറഞ്ഞു ഞാൻ എത്ര വട്ടം ചോദിച്ചു അവളുടെ അടുത്ത് നിനക്ക് ഏത് വേണം. അവളാണ് പറഞ്ഞത് വെറും പ്ലെയിൻ ബ്ലൗസ് മതി, വേറെ ഒന്നും ചെയ്യണ്ട. എന്നിട്ട് ഞാൻ കല്ലൊക്കെ വെച്ച് കൊടുത്തു. അവളൊന്നും ചെയ്യേണ്ടതാണ് പറഞ്ഞത്. പിന്നെ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് മോഡൽ തച്ച് കൊടുത്തിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ, ഇല്ലടി എങ്കിലും നമ്മൾ മോഡൽ തച്ച് കൊടുക്കണ്ടേ എന്നൊക്കെ ഞാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞില്ല അവൾ, ഞാൻ ഒരുപാട് ചോദിച്ചിട്ട് അവൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇവളിങ്ങനെ പറയണത് അവൾ അറിയുന്നില്ല. എന്നിട്ട് ഈ ചാപ്റ്റർ ക്ലോസ് ആയി. അത് കഴിഞ്ഞിട്ട് കുറേ ദിവസം, ഒരു മാസമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവളൊരു ന്യൂസ് ക്രിയേറ്റ് ചെയ്തു. അതായത് അവൾ തന്നത് ഫുൾ ബ്ലൗസ്, അതായത് പട്ടുപാവാടയുടെ ഇവിടെ വരെ ഉള്ളത് ബ്ലൗസിൻ്റെ തുണിയല്ലേ, അതായത് ഹാഫ് ബ്ലൗസ് അടിക്കുമ്പോഴത്തേക്കും ഹാഫ് തുണിയല്ലേ വരുള്ളൂ, ബാക്കി മിച്ചം തുണി എവിടെ, ആ തുണി കൊണ്ടാണോ ഞാൻ ബ്ലൗസ് തച്ചത് എന്ന് ഇവളിങ്ങനെ ഒരു ഗോസിപ്പ് ഉണ്ടാക്കി. അപ്പം ഇത് ഞാൻ അറിഞ്ഞില്ലേ. പിന്നെ എൻ്റെ അടുത്ത് ആരും ഇങ്ങനെ ഇവളാണോ വേറെ ആരും ആരും എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞ്, എടി നീ മറ്റവളെ തുണി എടുത്തിട്ടാണോ നിൻ്റെ ബ്ലൗസ് വെച്ചത്. ഞാൻ പറഞ്ഞു അല്ല, അതിൻ്റെ 2 തുണി 2 വ്യത്യാസമില്ലേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അങ്ങനെ ഒരു പറച്ചിലുണ്ട് ഇവിടെ, അവളെ തുണിയുടെ ബാക്കി എടുത്തിട്ടാണ് നീ തയ്ച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് അത്ര ഗതികേടൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് എന്ന് വെച്ചാൽ ഇത് ക്ലാസ് മൊത്തം പറഞ്ഞ് ഞാൻ ഒരുമാതിരി കള്ളിയായി. അത് ആരാണ് പറഞ്ഞതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഞാൻ ഇവരുടെ അടുത്ത് പോയി സങ്കടം പറഞ്ഞ്, എടി ഇങ്ങനെ പറച്ചിലുണ്ട്, ആരെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്ന്. അപ്പോൾ ഇവളുടനെ പറഞ്ഞു, എടി അത് അവള്, അതായത് ഞാൻ പേര് പറയണില്ല, ഞാൻ പേരോ കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല, അത് മറ്റേ കുട്ടി. ഇവള് പറഞ്ഞു, അത് അവൾ എന്നെ പറഞ്ഞുണ്ടാക്കണയാണ്, അപ്പം അവളെ ബ്ലൗസല്ലേ, അപ്പോൾ അവൾ എന്തേലും പറയുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇവളൊക്കെ എൻ്റെ കൂടെ നടന്നിട്ട് ഇങ്ങനെ പറയണ എനിക്ക് മനസ്സിലാവണില്ല. അങ്ങനെ എനിക്ക് പക്ഷെ ഞാൻ അവിടുത്തെ നേരിട്ട് പോയി ചോദിച്ചില്ല, ഞാൻ എല്ലാം ഇവരുടെ അടുത്താണ് പറഞ്ഞത്.
അപ്പോൾ അവൾ പറഞ്ഞു എടി അവളാണ് ഇതെല്ലാം പറയണത്, എല്ലായിടത്തും പോയി പറഞ്ഞത് അവളാണ് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അവൾക്ക് എന്തിനാ? അപ്പോൾ ഞാൻ അവളടുത്ത് പറഞ്ഞു എടി അവൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചൂടെ, ഇങ്ങനെ കിടന്ന് പറയുന്ന എന്തിന്, ഞാൻ എന്തോ ചെയ്തിട്ട്, എന്തായാലും ഞാൻ രണ്ട് തുണിയാണ്. അപ്പോൾ ഇവള് പറഞ്ഞു എടി നീ ഒന്നും കൂടെ ആലോചിച്ച് നോക്കടി, ഇനി നീ അവളെ തുണിയുടെ ഇത് വല്ലതും തന്നെ. ഞാൻ പറഞ്ഞു എടി അല്ലടി, എൻ്റെതൊരു ഷോളായിരുന്നു, ഷോളാണ് ഞാൻ ബ്ലൗസ് ആക്കിയത് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ മണ്ടിയെ ഞാൻ ഇവളെ ഈ ഒരു ഇത് കണ്ടിട്ടെങ്കിലും മനസ്സിലാക്കണമായിരുന്നു. പക്ഷെ മനസ്സിലാക്കിയില്ല ഞാൻ. എന്തോ ഞാൻ ഇവിടെ അത്ര വിശ്വസിച്ചുകൊണ്ടായിരിക്കാം. അങ്ങനെ പക്ഷെ മറ്റവൾ അറിയുന്നില്ല, ഈ കാര്യങ്ങളൊന്നും അവൾ അറിയുന്നില്ല. അതായത് ഈ ബ്ലൗസിന്റെ കാര്യമല്ല, ഇവള് ഇങ്ങനെ പറഞ്ഞ കാര്യം, അതായത് എന്നിട്ട് അവളാണ് എന്ന് പറഞ്ഞ കാര്യമൊന്നും ഇവൾ അറിയുന്നില്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? എനിക്കാണെങ്കിൽ എന്റെ സത്യസന്ധത എനിക്ക് എല്ലാവരും മുന്നിലും കാണിക്കണം എന്നുള്ളൊരിത്. എനിക്കാണെങ്കിൽ ഇന്ന് ക്ലാസ്സിൽ കൂടി മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ നേരെ സ്റ്റാഫ് റൂമിൽ പോയി. സ്റ്റാഫ് റൂമിൽ പോയിട്ട് ഞാൻ പറഞ്ഞു ടീച്ചർ ഫോൺ എന്തോരും, എനിക്ക് എൻ്റെ അമ്മയെ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചറിന് കാര്യം എന്തോ ഞാൻ പറഞ്ഞു, ടീച്ചർ ബ്ലൗസിൻ്റെ കാര്യം. ടീച്ചർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ എനിക്ക് ഫോൺ. അപ്പം ഞാൻ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേനെ വിളിക്കാൻ വരുമ്പോഴത്തേക്കും എൻ്റെ തുണിയുടെ പീസും അവളെ തുണിയുടെ ബാക്കി ഉണ്ടെങ്കിൽ കൊണ്ടുവരാം. അപ്പോൾ അമ്മ പറഞ്ഞു എടി അത് നോർമൽ ബ്ലൗസ് ആയിരുന്നാലും ഷോൾഡർ ബ്ലൗസ് വയ്ക്കുമ്പോഴത്തേക്കും തുണി തീരും, തുണിയൊന്നും കാണത്തില്ല, പീസ് തുണി വേണമെങ്കിൽ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ തുണി കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അപ്പോൾ അമ്മ ചോദിച്ചു അപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പം അമ്മ ചോദിച്ചു എന്ത് പ്രശ്നം എന്തോ? ഞാൻ പറഞ്ഞു അമ്മ ഇങ്ങനെ ക്ലാസ്സിൽ മൊത്തം ഞാൻ ഇങ്ങനെ കള്ളീന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു, ഞാൻ അവളെ തുണിയുടെ ബാക്കി എടുത്താൽ എൻ്റെ ബ്ലൗസ് തച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണം അമ്മ, എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല ഇങ്ങനെ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു ടീച്ചറിൻ്റെ ഫോൺ കൊടുന്ന് പറഞ്ഞു. ഞാൻ ടീച്ചറിൻ്റെ ഫോൺ കൊടുത്തു. അപ്പം അമ്മ കാര്യം പറഞ്ഞു. അപ്പം ടീച്ചറിന് എടാ ഞാനിതൊന്നും അറിഞ്ഞില്ല, ഇത് എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു. അപ്പം ടീച്ചർ എന്നോട് സംസാരിച്ചു, എന്ത് പ്രശ്നം ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ടീച്ചർ ഞാൻ എന്തായാലും എൻ്റെ തുണി അവളെ തുണി വേറെയാണ്, ഞാൻ വേണമെങ്കിൽ കൊണ്ട് കാണിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ടീച്ചർ എൻ്റെ ക്ലാസ്സിൽ വന്നു. ക്ലാസ്സിൽ വന്നിട്ട് നമ്മൾ മൂന്നുപേരെയും വിളിച്ച് പേഴ്സണലായിട്ട് സംസാരിച്ചു. അപ്പോൾ ഉടനെ ഇവള് കാല് മാറ്റി, എന്നുവെച്ചാൽ ഇവള് വാക്ക് മാറ്റി പറയണം. അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞു ടീച്ചറെ, ഞാൻ ഇങ്ങനെ ആരുടെ അടുത്തും ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ, ഇവളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇവളാണ് പറഞ്ഞു ടീച്ചർ അവളാണെന്ന്, അല്ല ഞാൻ ആരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവള് പറഞ്ഞു ടീച്ചർ ഞാൻ ആരെ പേരും പറഞ്ഞിട്ടില്ല, എനിക്കൊന്നും അറിയില്ല, നന്മ മരം കളിക്കുന്നു. അപ്പോൾ ടീച്ചറിന് ഏകദേശം കാര്യം മനസ്സിലായി ആരാണ് എൻ്റെ ഇടയിൽ നിന്ന് കളിച്ചതെന്നൊക്കെ. അങ്ങനെ ഞാൻ പിറ്റേ ദിവസമായപ്പോൾ ഞാൻ ആരുടെ അടുത്തും മിണ്ടിയില്ല. ഞാൻ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും അവളുടെ തുണിയും എൻ്റെ തുണി, പിന്നെ നമ്മുടെ ക്ലാസ്സിലൊരു കൊച്ചുണ്ടായിരുന്നു. അപ്പം ആ കൊച്ച് നല്ലപോലെ തയ്ക്കുവേ. അപ്പം ഇവള് അവളടുത്ത് പോയി ചോദിച്ച് എടി ഇങ്ങനെ ഫുൾ ബ്ലൗസിൻ്റെ തുണിയാണ് തയ്ച്ചത്, അപ്പോൾ ഹാഫ് ബ്ലൗസ് തയ്ക്കുമ്പോഴത്തേക്ക് ബാക്കി തുണി കാണൂലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല കാണൂല, എന്തുവാ എത്ര തുണിയായിരുന്നാലും, അത് ഫുൾ ബ്ലൗസിൻ്റെ തുണിയായിരുന്നാലും ഹാഫ് ബ്ലൗസ് തയ്ക്കുമ്പോൾ തുണി വെട്ടിപ്പോവും, കാണൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് പറഞ്ഞു ഇല്ല ഞാൻ തയ്ക്കാനാണ്, എനിക്കറിയാം, കാണും ഇവൾ അവളടുത്തൊക്കെ തർക്കിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ആർക്കും വേണ്ടിയില്ല. പിറ്റേ ദിവസം ഞാൻ പോയി വീട്ടിൽ വന്ന് എനിക്ക് എങ്ങനെയും നേരം വിളിച്ച് സ്കൂളിൽ പോയെന്നുള്ളതായി. കാരണം എൻ്റെ അടുത്ത് ആരും മിണ്ടുന്നില്ല. ഇങ്ങനെ ഞാൻ ഒരു കള്ളി എന്നുള്ളൊരു ഇത് വന്നിട്ട് ആരും എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ തുണിയും അവളുടെ തുണിയുടെ ആ ഒരു ചെറിയ പീസ് ഉണ്ടല്ലോ, എൻ്റെ തുണിയുടെ പീസും അവളുടെ തുണിയുടെ പീസും കൂടെ കൊണ്ട് പിറ്റേ സ്കൂളിൽ കൊണ്ട് പോയിട്ട് ഞാൻ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ എണീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു എൻ്റെ തുണിയും കണ്ട, എല്ലാവരും മുന്നിൽ വെച്ച് ഞാൻ പറഞ്ഞു കണ്ടല്ല, ഇതാണ് അവളുടെ, അതായത് ഈ കുട്ടി ഇട്ടിരുന്ന ബ്ലൗസിൻ്റെ തുണി, ഇതാണ് എൻ്റെ തുണി, രണ്ടും തമ്മിൽ ഡിഫറൻറ്റ്. ഞാൻ എല്ലാത്തിൻ്റെ കയ്യിലെടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പം മനസ്സിലായി വേറെ വേറെ തുണിയാണെന്ന് മനസ്സിലായി. അങ്ങനെ ഇവളുടെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് ഇവൾക്ക് പറയാൻ ഒന്നുമില്ല. അങ്ങനെ അവളൊന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അടുത്ത് സംസാരിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് എൻ്റെ അടുത്ത് ആദ്യമേ സംസാരിച്ചുകൂടായിരുന്നു. അവൾ പറഞ്ഞു എന്ന് വെച്ചാൽ എന്നെ പറ്റി ഇവളുടെ അടുത്തും കുറേ എന്തൊക്കെയോ പറഞ്ഞ് അവളുടെ അടുത്ത് അതായത് ഇവൾ എൻ്റെ അടുത്ത് സംസാരിക്കാൻ പാടില്ല, അങ്ങനത്തെ രീതിയിൽ അവൾ ഇവളുടെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞു എന്ന് വെച്ചിട്ട്. അങ്ങനെ അത് ഈ ബ്ലൗസ് വന്ന് അവൾ എൻ്റെ അടുത്ത് ഒന്നിങ്ങനെ സംസാരിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് നേരിട്ട് നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് സംസാരിക്കണമായിരുന്നു, അവളുടെ അടുത്ത് പോയി സംസാരിക്കണം എന്തെങ്കിലും ചോദിച്ചു. ഞാനും അത് ചെയ്തില്ല, ഞാനും ചെയ്ത മണ്ടത്തരം, ഞാൻ നേരെ പോയി അടുത്ത് ചോദിക്കണമായിരുന്നു. പക്ഷെ എന്നെ എന്ന് വെച്ചാൽ ഞാൻ മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ പറഞ്ഞു വെച്ചതായിരുന്നു കുറേയൊക്കെ. അങ്ങനെ ഞാൻ അവളെ കണ്ണടച്ച് വിശ്വസിച്ച് പിന്നെ അവൾക്കൊന്നും മറുപടി ഇല്ലാതായി. അതിനുശേഷം ടീച്ചർ ഒന്ന് പ്രശ്നമൊക്കെ സോൾവ് ചെയ്ത് ഞാൻ അവളുടെ അടുത്ത് മിണ്ടുന്നുണ്ടെങ്കിലും ആ ഒരു പണ്ടത്തെ അത്രയുള്ള അറ്റാച്ച്മെൻ്റ് ഇല്ലായിരുന്നു. ഞാനൊരു ഗ്യാപ്പ് ഇട്ടേ മിണ്ടിക്കൊണ്ടിരുന്നുള്ളൂ, കാരണം ഒരു കൊത്തി കിട്ടി. അതിനുശേഷം പിന്നെ കുറേ കഴിയുമ്പോൾ നമ്മളെല്ലാവരും
എല്ലാവരും നല്ലപോലെ മിണ്ടിക്കൊണ്ടിരുന്നു. അതിന് ശേഷം വീണ്ടും ഇവള് കളിക്കാൻ തുടങ്ങി. അതായത് 2 ബാച്ച്, അതായത് അപ്പുറത്ത് ആ BCBFലെ ബാച്ച് നമ്മുടെ അടുത്ത് മിണ്ടാൻ പാടില്ല, നമ്മുടെ അടുത്ത് മാത്രമേ മിണ്ടാവൂ, അങ്ങനെ ഒരിത്. എന്തൊക്കെയോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവള് പോയി അവരുടെ അടുത്ത് പറഞ്ഞ് ലാസ്റ്റ് അടിവരെയായി. എന്തിനും തരട്ടും നല്ല അടിവരെയായി. പിന്നെ നമ്മൾ ടീച്ചർമാരെല്ലാം കൂടെ സംസാരിച്ചപ്പോഴത്തേക്കാണ് ഇവളാണ് വീണ്ടും ഇടയിൽ നിന്ന് കളിച്ചത് നമ്മൾ അറിയണം. അങ്ങനെ എങ്ങനെ ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുമെന്ന് എനിക്കറിയണം. ഓസ്കാർ എടുത്ത് കൊടുക്കണം, അത്രയ്ക്ക് അഭിനയമാണ് കാഴ്ചവെച്ചത്. നമ്മൾ ഇതൊക്കെ അറിയാൻ ഒരുപാട് താമസിച്ചു. അങ്ങനെ സ്കൂൾ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും നല്ല വൻ അടിയായിട്ടാണ് എല്ലാവരും ഇറങ്ങിയത്. അങ്ങനെ ഇവരോട് നമ്മൾ പിന്നെ മിണ്ടാറിയില്ല. ഞാനും മറ്റേ കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബ്ലൗസ് തന്ന അവൾ മാത്രമേ മിണ്ടിക്കൊണ്ടിരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരാളും കൂടെ വന്നു. അങ്ങനെ നമ്മൾ വീണ്ടും 3 പേരായപ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ തേർഡ് പേഴ്സണും അങ്ങനെ ഇല്ലായിരുന്നു. നമ്മൾ 3 പേരും ഒരുമിച്ചായിരുന്നു എല്ലാ ഇതിലും. അങ്ങനെ നമ്മൾ സ്കൂളെല്ലാം കഴിഞ്ഞ് അങ്ങനെ നമ്മൾ സ്കൂൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും വൻ അടിയായി. നമ്മളെ കൂട്ടത്തിലൊരു കുട്ടി ഇറങ്ങിപ്പോയി കല്യാണം എല്ലാം കഴിച്ചു. എന്നിട്ട് ഇവള് വന്ന് നമ്മളെ കൂട്ടത്തിൽ ഇരുന്നിട്ട് പറയുന്നത് അവള് ആ കൊച്ചിന് ഭയങ്കര സ്ലിമ്മാണ്, ഇല്ല ശരീരമേ ഇല്ല, അത്ര സ്ലിമ്മാണ്. അപ്പം ഇവള് നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മള് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് പറഞ്ഞു അവൾക്ക് കൊച്ചൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല, അവൾ അങ്ങനെയാണ്, അവൾ ശരീരം കണ്ടില്ല, അവൾ എന്തോന്ന് കണ്ടിട്ടിപ്പോൾ ഇറങ്ങിപ്പോയത്, അവൾ അമ്മ എന്തോന്നൊക്കെ നോക്കണേ, അവൾക്ക് കൊച്ചുങ്ങളുണ്ടാവില്ല, മുടിഞ്ഞു പോകും, നശിച്ചു പോകും എന്നൊക്കെ ഇരുന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു നീ എന്തിനും ഇങ്ങനെ കടന്ന് സംസാരിക്കുന്നത്, അവളെ ലൈഫ് എന്തോ ആയിക്കൊണ്ട് പോട്ടെ, അവളിപ്പോൾ ഇറങ്ങിപ്പോയി എന്തോ ആയിക്കൊണ്ട് പോട്ടെ, നീ എന്തിനു തീരുമാനിക്കണം, നമ്മൾ ഷൗട്ട് ചെയ്ത്. പിന്നെ നീ നോക്കിക്കോ, അവൾക്ക് കൊച്ചുങ്ങളൊന്നും ഉണ്ടാവാൻ പോണില്ല, അവളെ ശരീരം കണ്ടില്ല, അങ്ങനെയൊക്കെ ഒരുമാതിരി സംസാരിച്ച്. ആ കൊച്ച് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയി, കൊച്ചൊക്കെ ആയി, ആ കൊച്ചിന് 2 വയസ്സൊക്കെ ആയി. അങ്ങനെ എന്തോ പറഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞ് എന്തോ പ്രശ്നമായി. ടീച്ചർ നമ്മളെല്ലാവരും വിളിച്ചോളത്തിയപ്പോഴത്തേക്കും ഇവള് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളാണ് പറഞ്ഞതെന്ന് ഇവള് ടീച്ചറിൻ്റെ അടുത്ത് പോയി പറഞ്ഞു. എന്നിട്ട് ഇവള് ഒന്നും പറഞ്ഞിട്ട് എല്ലാം ഇവരാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവള് നമ്മുടെ അടുത്ത് പറഞ്ഞ ഡയലോഗ് തന്നെ നമ്മൾ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഒന്ന് ടീച്ചർമാരുടെ അടുത്ത് പറയുകയും പിന്നെ അവിടെ അപ്പുറത്തെ ക്ലാസ്സിലെ പിള്ളേരുടെ അടുത്തൊക്കെ പോയി പറഞ്ഞു. ടീച്ചറുടെ സംഭവം മനസ്സിലായി. ടീച്ചറിന് എന്തായാലും ഇവിടെ സ്വഭാവം നല്ലപോലെ അറിയാം. ടീച്ചർക്ക് ഇവളെ ഇഷ്ടമല്ലായിരുന്നു. കാരണം ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു, പിന്നെ ഇവിടെ സ്വഭാവം മനസ്സിലാക്കിയതിന് ശേഷം ടീച്ചർ ഒരുമാതിരിയാണ്. ഇവള് പറയണതൊന്നും വിശ്വസിക്കാറില്ല. അങ്ങനെ അപ്പോൾ ടീച്ചർ എന്നോട് ചോദിച്ചു, പിന്നെ ടീച്ചർ എല്ലാം ഇവളാണ് പറഞ്ഞത്. അങ്ങനെ ക്ലാസ്സിൽ വെച്ച് തന്നെ ഉറക്കെ പറഞ്ഞു. എന്നോട് മറ്റേ അവളില്ലേ, അവളിങ്ങനെ ഉറക്കെ പറഞ്ഞ് നീ തന്നെയല്ലേ പറഞ്ഞത് അവൾ ഗർഭിണി ആവൂലെന്നൊക്കെ, നീ തന്നെയല്ലേ നമ്മുടെ കൂടെ ഇരുന്നപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവളെ കൂടെ വേറെ ഒരുത്തിയുണ്ട്. അപ്പോഴത്തേക്കും ഇവള് പറഞ്ഞ് നീ കൂടെ കേട്ടോണ്ടല്ലേ ഇരിക്കുന്നത്, നിനക്ക് എന്തിപ്പോൾ പറയാമായില്ലേ എന്നൊക്കെ ടീച്ചർ മുന്നേ ചോദിച്ചു. അപ്പം അവർക്ക് ആർക്കും ഒന്നും മിണ്ടാൻ വയ്യ. അപ്പോഴത്തേക്ക് ടീച്ചറിന് മനസ്സിലായി, കാരണം അവർക്ക് തിരിച്ച് പറയാനില്ല, കാരണം അവരാണ് പറഞ്ഞത്. ടീച്ചർ എന്തായാലും അവർ പറഞ്ഞ എന്തായാലും വിശ്വസിക്കൂല. പിന്നെ അവള് പറഞ്ഞ അപ്പോൾ നമ്മൾ പറഞ്ഞു ടീച്ചർ അവള് പറഞ്ഞ ഓരോ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞെന്നുള്ള രീതിക്ക് അവൾ ടീച്ചറിനടുത്ത് പറയണത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര അടിയായി, പ്രശ്നമായി. ഇവളങ്ങനെ എന്തുവാ ലാസ്റ്റ് നിമിഷം നമ്മൾ +2 ഒക്കെ നല്ല രീതിയിൽ തുടങ്ങിയപ്പോൾ തന്നെ +1 അടിച്ചു പൊളിക്കണം എന്നൊക്കെ ഇതായിരുന്നു. അത്യാവശ്യം അടിച്ചു പൊളിച്ചു. ഈ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇത്രയും കൂടെ നിന്ന്. എനിക്കെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഇവരെല്ലാം വിളിച്ചിട്ടേ പോകുള്ളൂ, ഇവരില്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോകില്ല. കളർ ഡ്രസ്സൊക്കെ നമ്മൾ ഡ്രസ് കോഡിലേ 3 പേര് ഇട്ടിട്ട് വരുള്ളൂ. അങ്ങനെ എൻ്റെ വീട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവർ വരും, ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. പക്ഷേ ഇവള് തന്നെ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അതെനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. പിന്നെ റിക്കവറായി അതിൽ നിന്ന്. ഞാൻ കുറേ നാൾ ഇങ്ങനെ മൂഡ് ഓഫായി, എന്ന് വെച്ചാൽ എനിക്ക് ആരുടെ അടുത്തും മിണ്ടണമെന്ന് ഇഷ്ടമല്ല, അങ്ങനെ ഒരു ഇതിലൊക്കെ ആയിരുന്നു ഞാൻ. കാരണം ഇവളിൽ നിന്ന് ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ഇത്രയും വിശ്വസിച്ച ഒരാൾ നമ്മളെ കൂടെ ഇങ്ങനെ നിന്ന് ചതിക്കുമ്പോഴത്തേക്കും ഉള്ള ഒരു ഇത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു വലിയൊരു അടി കിട്ടണത്. അതുകൊണ്ട് എനിക്ക് വലിയൊരു ഇതൊന്നും തോന്നിയില്ല. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം കോളേജിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും എനിക്ക് വലുതായിട്ടൊന്നും ഫീൽ ചെയ്യാത്തത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ
ഇവളുടെ കയ്യിൽ നിന്ന് ചെറിയൊരു അടി കിട്ടിയായിരുന്നു. അതെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളെല്ലാം കഴിഞ്ഞിട്ട് ഒരു കല്യാണത്തിന് പോയി. നമ്മുടെ കൂടെ പഠിച്ചൊരു കൊച്ചിൻ്റെ കല്യാണത്തിന് പോയി. അപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് എൻ്റെ ബർത്ത്ഡേ കൂടായിരുന്നു. ഇവളുടെ കല്യാണത്തിന് അന്നായിരുന്നു എൻ്റെ ബർത്ത്ഡേ. അപ്പം ഞാൻ ഈ കല്യാണം നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മളിങ്ങനെ പടി ഇങ്ങനെ ഇറങ്ങിയതും എൻ്റെ ചെരുപ്പ് സ്ലിപ്പായി. ഞാൻ തറയിലോട്ട് കൈ ഒന്ന് വീണ് എൻ്റെ വളയെല്ലാം പൊട്ടിപ്പോയി. എൻ്റെ ഫോണ് തറയിൽ വീണിട്ട് ഗ്ലാസ്സൊക്കെ പൊട്ടി. പിന്നെ അങ്ങനെ ഞാൻ ഇങ്ങനെ കിടക്കുന്നു. അപ്പം നേരത്തെ വന്ന് നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സായിരുന്നു, വേറൊരാൾ വന്നെന്ന് പറഞ്ഞില്ലേ, അവളും ഇവളും ഫ്രണ്ടിൽ പോയി ചിരിച്ച്. ശരി, ഫ്രണ്ട്സ് വീഴുമ്പോഴത്തേക്ക് ചിരിക്കും, സ്വാഭാവികം, ഞാനായാലും ചിരിക്കും. എന്നിട്ട് പക്ഷേ ഞാൻ ഇങ്ങനെ കിടക്കുവാണെങ്കിൽ എനിക്ക് എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ വളയെല്ലാം പൊട്ടി. ഞാൻ അങ്ങനെ നല്ല ഇവിടെ മൊത്തം എനിക്ക് ഒരഞ്ഞ് തൊലിയെല്ലാം ഇളകി അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ ഇങ്ങനെ വീണ് കിടന്നത്. അപ്പം എനിക്കിങ്ങനെ കിടന്നിട്ട് ഞാനിങ്ങനെ നോക്കുന്നു. ഇവരിങ്ങനെ നോക്കുന്നത് ഇവരിങ്ങനെ ചിരിക്കുന്നു. ചിരിച്ചിട്ട് ചിരിച്ച് കഴിഞ്ഞിട്ട് വന്ന് എണീപ്പിക്കുമായിരിക്കും. അപ്പോൾ അവിടെ എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് കൈ അങ്ങനെ ഉറഞ്ഞോണ്ടിരിക്കണം. അപ്പോൾ കൈ കുത്തി എനിക്ക് എണീക്കാൻ പറ്റില്ല. അപ്പോൾ ചിരിച്ചിട്ട് ഇങ്ങനെ വന്ന് പിടിക്കുമായിരിക്കും. നോക്കിയപ്പോഴത്തേക്ക് രണ്ടും കൂടെ അങ്ങ് പോണ്. ഞാനിവിടെ വീണ് ഇങ്ങനെ കിടക്കുന്നു, ഇത് രണ്ടും കൂടെ അങ്ങ് പോണ്. അപ്പോൾ ഞാൻ കിടന്ന് വിളിച്ച്, എടാ ഒന്ന് വരുമോ, എന്നൊന്ന് പിടിച്ചെടുക്കുമോ? അപ്പം ഓ ശരി എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചെടുത്ത് ഒറ്റ വലി. എന്നിട്ട് ദാ അവർ പോകുന്നു, അവർ രണ്ടും കൂടെ പോകുന്നു. ഞാൻ ഫ്രണ്ടിലിങ്ങനെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്ക് മനസ്സിലായില്ല ഇതെന്തെന്ന്. പിന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എൻ്റെ കൈയെല്ലാം കൂടെ ഇങ്ങനെ മുറിഞ്ഞ് ഞാനിങ്ങനെ ആക്കിയോണ്ട് എന്നിട്ട് ചോദിച്ചില്ല, നിനക്ക് എന്ത് പറ്റി, നിനക്ക് വല്ല ഇടിച്ച, അങ്ങനെ ഒന്നും ചോദിക്കുന്നില്ല. ഇവർ രണ്ടും കൂടെ സംസാരിച്ച് ആ ഒരു വഴിക്ക് പോകും, ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നു. അപ്പം അവിടെ ഞാൻ തേർഡ് പേഴ്സൺ ആവാൻ വേണ്ടി ജനിച്ച ആളായിരിക്കുന്നു. അതിന് ശേഷം പിന്നെ കോളേജിലും തേർഡ് പേഴ്സണായി. അങ്ങനെ ഇനിയൊരു ഞാൻ കാര്യം തീരുമാനിച്ച്, ഇനിയൊരു ഗ്യാങ്ങിൽ ചെന്ന് ചാടരുത് എന്നുള്ള തീരുമാനം. നിങ്ങൾക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് വേണം എന്നുണ്ടെങ്കിൽ അത് ഒരാളായിരിക്കണം. നമ്മൾ ഒരു 2 പേരോ 3 ഗ്രൂപ്പുള്ള ഒരാളോ അല്ല 3 ഗ്രൂപ്പിലോ 3 പേരുള്ള ഒരു ഗ്രൂപ്പിലോ വലിയൊരു ഗ്യാങ്ങിലോ ഒന്നും ചെന്ന് ചാടാതിരിക്കുക. കാരണം എനിക്ക് പറ്റിയത് വേറെ ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇങ്ങനെ പറയുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ. പിന്നെ സ്കൂൾ ലൈഫിലെ കഥ പറയാനൊക്കെ ആണെങ്കിൽ ഒരുപാടുണ്ട്. വീഡിയോ നല്ല ലോങ് ആയിപ്പോവും. അപ്പം ഇതാണ് ഗൈസ് എനിക്ക് കിട്ടിയ തിരിച്ചടി. അപ്പം എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക, നിങ്ങളൊരു തേർഡ് പേഴ്സൺ ആവാതിരിക്കുക. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ണടച്ച് ആരെയും വിശ്വസിക്കരുത്. ഒരാളുടെ സ്വഭാവം നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല, അതിന് കുറേ നാളെടുക്കും. അവരുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ കുറേ നാളെടുക്കും. അതുകൊണ്ട് നമ്മൾ കണ്ണടച്ച് ആരെയും ഒരിക്കലും പെട്ടെന്നൊന്നും വിശ്വസിക്കരുത്. പിന്നെ നിങ്ങൾക്കൊരു ഫ്രണ്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ഒരാളായിരിക്കണം, അത് ഒറ്റ ഒരാളായിരിക്കണം. നിങ്ങൾക്ക് എന്ത് കാര്യം ഷെയർ ചെയ്യാനും. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഒറ്റപ്പെട്ടോ, ഒരു തേർഡ് പേഴ്സൺ ആയാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ ഒറ്റപ്പെട്ടോ, പിന്നെ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാനോ ഒന്നിനും ഒരു ഫ്രണ്ട് ഇല്ല എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ടു, നിങ്ങൾക്കൊരു ഫ്രണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരാളായിരിക്കണം. പിന്നെ ഈ ഗ്യാങ്ങിലോ 3 പേരുള്ളൊരു ഗ്രൂപ്പിലോ ഒന്നും ചെന്ന് ചാടാതിരിക്കണം. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് പറയുവാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.